ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആമസോൺ ഇന്ത്യയുടെ വരുമാനം എത്ര എന്നുള്ളതാണ്. ആമസോൺ എന്നതൊരു അമേരിക്കൻ കമ്പനിയാണ്. 1994 അമേരിക്കയിൽ ജെഫ് ബിസോസ് ആണ് ആമസോൺ സ്ഥാപിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ കമ്പനിയായ Amazon.comന്റെ സബ്സിഡറി കമ്പനിയായിട്ടാണ് ഇന്ത്യയിൽ Amazon.in പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഒരു പ്രാവശ്യമെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? ആമസോൺ ആണോ അതോ ഫ്ലിപ്കാർട്ട് ആണോ അതോ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം ആണോ? ആമസോണിന് ഇന്ത്യയിൽ പല ടൈപ്പ് ബിസിനസ്സുകളുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് മാത്രമാണ് Amazon.in എന്നറിയപ്പെടുന്ന ഈ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം. അതുകൂടാതെ തന്നെ ആമസോൺ വെബ് സർവീസ് എന്ന പേരിൽ AWS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വേറൊരു ബിസിനസ് കൂടെ ഉണ്ട്. അപ്പോൾ അതാണ് ശരിക്കും ആമസോണിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി തരുന്ന ഇന്ത്യയിലുള്ള ബിസിനസ്. അതിൻ്റെ ഒരു പ്രവർത്തന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ IT കമ്പനികൾക്കൊക്കെ ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റിയും അതുപോലെ തന്നെ സെർവർ സൈഡും പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ്സാണ് AWS ചെയ്യുന്നത്. അതുകൂടാതെ ആമസോൺ ഹോൾസെയിൽ എന്ന് പറയുന്ന വേറൊരു ബിസിനസ് യൂണിറ്റും അതുകൂടാതെ ആമസോൺ പേയ്മെന്റ് എന്ന് പറയുന്ന വേറൊരു ബിസിനസ്സും ഉണ്ട്. ആമസോൺ പേയ്മെന്റ് ആമസോണിൽ തന്നെ ഷോപ്പിംഗ് ആപ്പിലൊക്കെ നമുക്ക് കാണാം. അത് ഒരു സെപ്പറേറ്റ് കമ്പനിയാണ്. ഇത് കൂടാതെ തന്നെ ആമസോൺ ഇന്ത്യയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പല കമ്പനികളും ഓൺ ചെയ്യുന്നുണ്ട്. ഷെൽ കമ്പനി പേരുകളിലും ബിനാമി പേരുകളിലൊക്കെ പല കമ്പനികളും ഓൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള മെയിൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ ഒരു മാർക്കറ്റ് പ്ലേസ് വെബ്സൈറ്റ് ആണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിന് ഡയറക്റ്റ് ആയിട്ട് അതിൽ ഒരു പ്രോഡക്റ്റും വിൽക്കാൻ പറ്റില്ല. പകരം വേറെ സെല്ലേഴ്സിനെ അതിൽ അംഗമാക്കിക്കൊണ്ട് അവരുടെ പ്രോഡക്റ്റുകൾ വിൽക്കുക. അതാണ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനികൾക്കും അതുപോലെ തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ചിട്ടുള്ള കമ്പനിയേക്കും മാർക്കറ്റ് പ്ലേസ് രീതിയിൽ മാത്രമാണ് റൺ ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആമസോൺ ഇന്ത്യയിൽ പല ഷെൽ കമ്പനികളും തുടങ്ങിയിട്ടുണ്ട്. ആമസോണിൽ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്. പക്ഷേ അതിൽ തന്നെ ഏറ്റവും ടോപ്പ് സെല്ലേഴ്സ് ഒരു 25-50 പേരോ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗവും ആമസോണിൻ്റെ തന്നെ ഷെൽ കമ്പനികളായിരിക്കും. അത് ഇന്ത്യയിലെ നിയമത്തെ മറികടക്കാനായിട്ട് അവർ ചെയ്യുന്ന ഒരു തന്ത്രമാണ്. അപ്പോൾ അത് കുറേയൊക്കെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കണ്ടെത്തി അതിന് പിഴയൊക്കെ ഇട്ടിട്ടുണ്ട്. എങ്കിലും ആമസോൺ ഇപ്പോഴും ആ ഒരു പരിപാടി തുടരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റവന്യൂ ഒന്നും ആമസോണിൻ്റെ ഈ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് കാണുകയില്ല. അതൊക്കെ ഷെൽ കമ്പനികളുടെ പേരിലാണ് വരുള്ളൂ. ഫിനാൻഷ്യൽ ഡീറ്റെയിൽസിൽ മെയിനായിട്ട് വരുന്നത് ആമസോൺ ഈ സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ മേടിക്കുന്ന കമ്മീഷനും അതുപോലെ തന്നെ ആമസോണിൻ്റെ കയ്യിൽ വരുന്ന പരസ്യവും പിന്നെ സെല്ലേഴ്സ് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനവും ഒക്കെയാണ് ആമസോണിൻ്റെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസിൽ കാണാൻ സാധ്യത. ആമസോൺ കോർപ്പറേറ്റ് ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് Amazon.inന്റെ 99% ഷെയർസ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ആമസോൺ ഇൻക് എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനി, പേരന്റ് കമ്പനിയായ അമേരിക്കൻ കമ്പനി ഡയറക്റ്റ് ആയിട്ട് ഇതിൽ ഷെയർ ഓൺ ചെയ്യുന്നില്ല. ആമസോൺ പോലെയുള്ള ഇങ്ങനത്തെ ബഹുരാഷ്ട്ര കമ്പനികളെല്ലാം ചെയ്യുന്നത് അവർ ഇങ്ങനെ പല പല ബ്രാഞ്ചായിട്ട് അവരുടെ പേരന്റ് കമ്പനിയുടെ കീഴിൽ ഒരു കമ്പനി ഉണ്ടാക്കും, അതിൻ്റെ കീഴിൽ വേറൊരു കമ്പനി ഉണ്ടാക്കും, അതിൻ്റെ കീഴിൽ വേറൊരു കമ്പനി ഉണ്ടാക്കും. അങ്ങനെ ചെയിനായിട്ട് പോയാണ് പല ബിസിനസ്സുകളും ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വരുമാനമെല്ലാം പേരന്റ് കമ്പനിയിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ലീഗലായിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ പേരന്റ് കമ്പനിക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രശ്നങ്ങളൊന്നും വരില്ല. അങ്ങനെ ഒരു സ്ട്രക്ചറിലാണ് ആമസോൺ ഇന്ത്യയിലെ ബിസിനസ്സുകളൊക്കെ റൺ ചെയ്യുന്നത്. സാധാരണ Amazon.inന്റെ ഫുൾ ഷെയർ ഓൺ ചെയ്യേണ്ടത് ആമസോൺ ഇൻക് എന്ന് പറയുന്ന അമേരിക്കയിലുള്ള കമ്പനിയാണ്. പക്ഷേ വേറൊരു പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ കീഴിലാണ് ആമസോൺ ഇന്ത്യയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. റിസർവ് ആൻഡ് സർപ്ലസ് മണി എന്നുള്ള സെക്ഷനിൽ 40,000 കോടി നെഗറ്റീവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം 40,000 കോടി കടം ഉണ്ടെന്നാണ്. അപ്പോൾ അത് പേരന്റ് കമ്പനിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഫണ്ടായിരിക്കും ഈ ഒരു സെക്ഷനിൽ കാണിച്ചേക്കണേ. ടോട്ടൽ അസറ്റായിട്ട് 23,092 കോടി 60 ലക്ഷം രൂപയാണ് കാണിച്ചേക്കണേ. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആയിട്ട് 2,771 കോടി 20 ലക്ഷം രൂപയാണ് കാണിച്ചത്. ഇപ്പോൾ ഏകദേശം 2,800 കോടിക്ക് അടുത്ത് ഇന്ത്യക്കാർക്ക് സാലറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. അതർ എക്സ്പെൻസസ് ആയിട്ട് കാണിച്ചേക്കുന്നത് 22,915 കോടി 70 ലക്ഷം രൂപയാണ് അതർ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചേക്കുന്നത്. അങ്ങനെ ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചേക്കുന്നത് 25,686 കോടി 90 ലക്ഷം രൂപയാണ് ആമസോണിൻ്റെ 2023-24 ഫിനാൻഷ്യൽ ഇയറിലെ ആകെ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചത്. ഈ ഫിനാൻഷ്യൽ ഇയർ തന്നെ വരുമാനമായിട്ട് Amazon.in കാണിച്ചേക്കുന്നത് 25,406 കോടി രൂപയാണ് വരുമാനമായിട്ട് കാണിച്ചേക്കുന്നത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ വരുമാനത്തെക്കാളും കുറച്ച് കൂടുതലാണ് എക്സ്പെൻസ്. പക്ഷേ അവർ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് എന്നും പറഞ്ഞ് അവരുടെ അസറ്റിലൊക്കെ വരുന്ന ഡിപ്രീസിയേഷൻ്റെ വാല്യൂ
അതൊക്കെ വെച്ചിട്ട് ഒരു 3140 കോടി 60 ലക്ഷം രൂപ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫൈനലായിട്ട് അവർ ലോസ് ആയിട്ടാണ് കാണിച്ചേക്കണേ. ലോസ് കാണിച്ചേക്കണത് 3469 കോടി 50 ലക്ഷം രൂപ, ഏകദേശം 3400 കോടി ലോസ് ആണെന്നാണ് ആമസോൺ ഇന്ത്യ കാണിച്ചേക്കണേ. അപ്പോൾ അതുകൊണ്ട് ഇൻകം ടാക്സ് ഒന്നും അടയ്ക്കേണ്ടി വന്നിട്ടില്ല, ഇൻകം ടാക്സ് 0 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.